1,00,000 വരെ മാസ്റ്റർ റെൻറ്റ് കിട്ടുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി, ഒരു അപ്പാർട്ട്മെൻറ്റ്. എന്താ ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ടൗണിൻ്റെ ഹൃദയഭാഗത്ത്. ആ കാണുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ എന്ന് വെറും 20 മീറ്ററിനുള്ളിൽ വരുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി. ഏകദേശം ഒരു 3rd പ്ലോട്ടായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. 1,00,000 എന്നുള്ളത് ഇപ്പോൾ ഗ്രൗണ്ട് ഫസ്റ്റ്, അതിൻ്റെ മുകളിലേക്ക് അണ്ടർ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി കഴിയുന്നതോടുകൂടി 1,00,000 നിങ്ങൾക്ക് വാടകയാക്കി തരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള പ്ലോട്ടാണ് വരുന്നത്. 2 ഓഫീസ് സ്പേസ് നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ള, ഇത് പണി കഴിഞ്ഞപ്പോഴേക്ക് എന്തായി റെൻ്റ് ഔട്ട് ആയിട്ടുണ്ട്. 2 ഓഫീസ് സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ. മുൻഭാഗമൊക്കെ ഫ്രണ്ട് പോർഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്ന വഴിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളുമാണ്. ഒരു കോമൺ സ്പേസ്, ഒരു അപ്പാർട്ട്മെൻറ്റിന് കൊടുക്കേണ്ട കോമൺ സ്പേസ് വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയാണ് നമുക്കിവിടെ കോമൺ സ്പേസ് ആയിട്ട് വരുന്നത്. അടിപൊളിയായിട്ട് ബാമ്പൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു സ്പേസ്, ഒരു ചെറിയ പോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു കോമൺ സ്പേസ് എന്നാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ അപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്നത്. ബാക്കി നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ ഒരു കോമൺ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേ ടൈമിൽ, അതായത് മോർണിംഗിലും അതുപോലെ തന്നെ രാത്രിയും വളരെ നല്ലൊരു ആംബിയൻസ്, ഒരു പോസിറ്റീവ് മൈൻഡൊക്കെ തരുക. ഇതൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയയിലുള്ള കേട്ടോ. പിന്നെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് നേരെ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഫ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് സ്പേസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡൈനിങ് എന്നുള്ള രീതിയിലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഏരിയ ഉണ്ട്. നിലവിലുള്ള ടീമോടെ വർക്ക് സ്പേസ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറി വരുന്ന ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ഡൈനിങ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ആ ഭാഗം ഒരു അപ്പാർട്ട്മെൻറ്റായിട്ടും ഈ ഭാഗം മറ്റൊരു അപ്പാർട്ട്മെൻറ്റായിട്ടുള്ള സെപ്പറേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഫാമിലി ഡൈനിങ് കോൺസെപ്റ്റാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ചെറിയൊരു വർക്ക് സ്പേസ്, ഇവിടെ ഒരു ഫാമിലി ലിവിങ് എന്നുള്ള രീതിയിൽ ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ കിഡ്സ് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നല്ല രസമുള്ളൊരു കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലിതാ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇതിലേക്കുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വിൻഡോസും കാര്യങ്ങളൊക്കെ ഇവിടെ ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ആണെങ്കിൽ ഈ സൈഡിലായിട്ട് വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് ഈ ഭാഗത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതേപോലെ നേരെ ഈ ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂമും കാര്യങ്ങളുണ്ട്. മെയിനായിട്ടുള്ള ഒരു ബെഡ്റൂമും കാര്യങ്ങളും വരുന്നത് ഈ ഭാഗത്താണ്. നല്ല വൃത്തിയിലുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം. ആ ഭാഗത്ത് അതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകം പറയാനുള്ളത്, നമുക്ക് ബെഡ്റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേർട്ടൻ നീക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ, ഇവിടെ ഒരു പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലേ ഏരിയയിൽ കുട്ടികൾ കളിക്കുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കാണാൻ പറ്റും. ഇതിലുള്ള വാർഡ്രോബ്സ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിൽ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ കുട്ടികൾ പറഞ്ഞ ആ പ്ലേ ഏരിയ കാണിച്ചു തരാം. ഈ ഭാഗത്തു നിന്ന് കോമൺ സ്പേസിൽ നിന്ന് നേരെ കയറി പോകുന്നത് നമുക്ക് കിച്ചണിൽ നിന്നും അതുപോലെ ബെഡ്റൂമിൽ നിന്നാണെങ്കിലൊക്കെ കുട്ടികൾ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ നേരെ നമുക്ക് കാണാൻ പറ്റിയ രീതിയിലാണ് ഈ പ്ലേ ഏരിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് വീണ്ടും ഒരു ചെറിയ ഒരു റൂം, അതായത് കിഡ്സ് ബെഡ്റൂം, ചെറിയൊരു റൂം, അതേപോലെ അവർക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിഡ്സ് ബെഡ്റൂം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ കിച്ചണിലേക്ക്, ഈ കിച്ചണിൻ്റെ അടുത്ത് കിഡ്സ് ബെഡ്റൂം കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് കുട്ടികളെ ആക്സസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഫാമിലി ഡൈനിങ് കോൺസെപ്റ്റിലാണ് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് നേരെ സാധനങ്ങൾ കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫാമിലി ഡൈനിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തൊരു ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫേർണിഷ്ഡ് ആണ്. ഹബ്ബ്, ഹുഡ്, പിന്നെ അതുപോലെ തന്നെ വാർഡ്രോബ്സ്, പിന്നെ ഫുൾ സാധനങ്ങൾ, ഫ്രിഡ്ജ്, അതുപോലെ ഈ ഭാഗത്ത് ഷെൽഫുകൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കിച്ചണിൽ നേരെ ഇറങ്ങി വരുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഈ സ്റ്റൗവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഇത് സക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
ഈ ഭാഗത്ത് ഒരു കോമൺ ബാത്റൂം കാര്യങ്ങൾ, അതായത് നമുക്ക് അലക്കാനൊക്കെ ഉള്ള ഈ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് സ്പേസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽ നമുക്കൊന്ന് പുറത്തുനിന്ന് കാണാം. 6 സെൻറ്റിൽ ഇപ്പോൾ പണി പൂർത്തിയാവാത്ത, അതായത് മുകളിലേക്കുള്ള സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ള രീതിയിൽ തരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ 1.5 കോടി രൂപയാണ്. ഇത് വർക്ക് കഴിയുന്നതോടുകൂടി 1 ലക്ഷം റുപ്യ വാടകയാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ആ രീതിയിൽ 1.5 കോടി റുപ്യക്ക് ഏകദേശം 1 ലക്ഷം റുപ്യ മാസം വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, കൊണ്ടോട്ടി ടൗണിൻ്റെ ഹൃദയഭാഗം, അതായത് മെയിൻ ഏരിയ നമ്മൾ നേരത്തെ കാണിച്ചു, നേരെ ഹൈവേയിലേക്ക് ഒരു 10-20 മീറ്ററിൽ മൂന്നാമത്തെ തേർഡ് പ്ലോട്ടായിട്ട് വരുന്ന ഈ ഒരു ഏരിയ എന്തുകൊണ്ടും വില കൂടാനൊക്കെ സാധ്യതയുള്ള ഏരിയയാണ്. ഹൈവേ ഇങ്ങനെ കൂടുന്നതോടുകൂടി ഈ തേർഡ് പ്ലോട്ട് എന്നുള്ള സെക്കൻഡ് പ്ലോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. 6 സെൻറ്റാണ് മൊത്തത്തിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ അപ്പാർട്ട്മെൻറ്റുകളുടെ പണി നടക്കുകയാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റുകൾക്ക് എന്തുകൊണ്ടും അത്രയും ആവശ്യക്കാരുള്ള കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ, അതേപോലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ ഒക്കെ മാത്രം ദൂരത്തിലുള്ള ചുറ്റുഭാഗത്ത് ഇഷ്ടംപോലെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു പ്രോപ്പർട്ടി ഈ റേറ്റിന് വളരെ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നമ്മളുമായിട്ട് കൊളാബ് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹിഡൻ ഏക്കേഴ്സ് എന്ന ഈ നമ്പറിലും കോൺടാക്ട് ചെയ്യുക.